ഹായ്, ഇന്ന് ഞാൻ ഫുഡീസിൽ ചെയ്യാൻ പോകുന്നത് അച്ചാറാണ്, ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ഇതുവരെ അച്ചാറൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അച്ചാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ചാർ ഇടാനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ തോലൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ലൈസായി മുറിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറുതായി ഒരു ഏകദേശം ഒരു അച്ചാറിൻ്റെ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ കട്ട് ചെയ്തെടുക്കണം. നേരത്തെ ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടൊരു പച്ചടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക്, നല്ലൊരു കുപ്പിയിലേക്ക്, വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കണം. മുഴുവൻ ഇട്ട് വെക്കുക. ഇനി അതിലേക്ക് ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കണം. ഇങ്ങനെ ഏകദേശം ഒരാഴ്ച വരെ വെക്കണം. ഞാനിത് ഒരാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിൽ നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇഷ്ടമില്ല എന്നുള്ളൊരു ഇഞ്ചി നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, വിനാഗിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം നമ്മൾ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മുളക് പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ആയിട്ടുണ്ട്, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം ഇതൊരു നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു കുപ്പിയിൽ അടച്ചു വെക്കുക. അപ്പോൾ എല്ലാവർക്കും ബീട്രൂട്ട് അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.